നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ ദുരൂഹമായിട്ടുള്ള വേർപാട് താൻ പഠിച്ച കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ് ആ കുട്ടി മരണപ്പെടുകയുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോളേജിലെ രണ്ട് പ്രധാനപ്പെട്ട അധ്യാപകർ, കോളേജിലെ HOD ഡോക്ടർ MK റാമും അതോടൊപ്പം തന്നെ ഡോക്ടർ സംഗീത വാര്യർ നമ്പ്യാർ, ഇവരെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സംഭവം നടന്ന് 4 ദിവസമായിട്ടും ഇവരെ കസ്റ്റഡിയിലെടുക്കുവാനോ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ വളരെയേറെ ദുരൂഹതകളുണ്ട്. ആ കോളേജിന്റെ മാനേജ്മെന്റ് ഇതുവരെയും ഒരു പ്രതികരണവും നടത്തി. അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കറുവപ്പട്ട തോട്ടമായിരുന്നു. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ളതായിട്ടുള്ള കറുവപ്പട്ട സംസ്കരിച്ച് വിദേശത്ത് കടത്തി കോടികൾ സമ്പാദിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഈ പ്രദേശം. പിന്നീട് അത് ഒരു സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുകയും ആ നിലം നികത്തി ഏകദേശം 218 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ഈ കോളേജ്, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ദന്തൽ കോളേജ്, പാരാമെഡിക്കൽ സെന്ററുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ആ ക്യാമ്പസിനകത്തുണ്ട്. ഞങ്ങളിത് പറയുന്നത് തിരുവനന്തപുരത്ത് നെടുമങ്ങാടുള്ള നെട്ടറച്ച എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് നിതിൻ രാജ്. അച്ഛൻ പെയിന്റിംഗ് തൊഴിലാളിയാണ്. അമ്മയ്ക്ക് വേറെ വരുമാനമൊന്നുമില്ല. വളരെ താഴെത്തട്ടിൽ പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന പുലയ സമുദായ അംഗമായ നിതിൻ രാജിന്റെ മരണത്തോടുകൂടി ആ കുടുംബം അനാഥമായിരിക്കുകയാണ്. 2 സഹോദരിമാർ അവർക്കുണ്ട്. അദ്ദേഹത്തിന്റെ ഒറ്റ പ്രതീക്ഷയിലാണ് ആ കുടുംബം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. താങ്കളുടെ മകൻ പഠിച്ചു ഒരു ഡോക്ടറായി തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ച കുടുംബത്തെ അനാഥമാക്കിയത് ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്ന ജാതിയുടെയും നിറത്തിന്റെയും മതത്തിന്റെയും പേരിലുള്ള വിവേചനമാണ്. ഇത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് മാത്രം നടന്ന സംഭവമല്ല. കഴിഞ്ഞ 10 വർഷമായി 12ഓളം കുട്ടികളാണ് കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നുകിൽ കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള പീഡനം, മറ്റല്ലെങ്കിൽ സവർണ സമുദായത്തിൽപ്പെട്ട സഹ വിദ്യാർത്ഥികളുടെ പീഡനം, റാഗിംഗ് പോലെയുള്ള പീഡനങ്ങൾ. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ പട്ടിക വിഭാഗ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു. ഇത് നടന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജക മണ്ഡലത്തിലാണ്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിയോജക മണ്ഡലത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഇതുവരെയും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. KPM സംശയിക്കുന്ന ഇക്കാര്യത്തിലും ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആ കോളേജ് മാനേജ്മെന്റിനും ഈ അധ്യാപകർക്കും ഉണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പ്രതികൾ ആ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടും അവരെ അറസ്റ്റ് ചെയ്യുവാനോ നിയമ നടപടി സ്വീകരിക്കുവാനോ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. 7 പേരടങ്ങുന്ന ഒരു അന്വേഷണ ടീമിനെ പ്രഖ്യാപിച്ചെന്ന് പറയുന്നു. നേരെ മറിച്ച് പട്ടികജാതിക്കാരുടെ പേരിൽ ആരുടെങ്കിലും പേരിൽ ഒരു ചെറിയൊരു പെറ്റി കേസ് ഉണ്ടായാൽ പോലും അവന്റെ വീടുകൾ കയറി ഇറങ്ങി അവന്റെ കുടുംബത്തെ തന്നെ പിടിച്ചു കൊണ്ടുപോകുന്ന പോലീസാണ് ഇത്രയും ക്രൂരമായ ഒരു സംഭവം നടന്നിട്ട് പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു മാർച്ച് നടത്തുകയുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തി തന്നെ ഈ പ്രതികളെ പിടിക്കുന്നത് വരെ ശക്തമായ സമര പരിപാടികൾക്ക് രൂപം കൊടുക്കുവാൻ KPM തീരുമാനിച്ചിട്ടുണ്ട്.
ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യങ്ങളൊക്കെ ഇത്തിരി വരുന്നുണ്ട് എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രതികളായിട്ടുള്ള രണ്ടുപേർ മാത്രമല്ല, ആ കോളേജിന്റെ പ്രിൻസിപ്പൽ വിനോദ് മോനി എന്ന് പറയുന്ന പ്രിൻസിപ്പൽ കോളേജിലുണ്ട്. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ കുട്ടികളുടെ പരാതികൾ ഈ പ്രിൻസിപ്പലിന്റെ ചെവിയിലെത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു പ്രിൻസിപ്പലിന്റെ ചുമതല എന്താണെന്ന് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ ഇടപെടുവാൻ അദ്ദേഹം ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെയും പ്രതിയാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. റാമിനെ മാത്രമല്ല, അവിടുത്തെ കോളേജിന്റെ പ്രിൻസിപ്പൽ വിനോദ് മോനി എന്ന് പറയുന്ന പ്രിൻസിപ്പളെയും പ്രതിയാക്കണമെന്നുള്ളതാണ് KPMS ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ അധ്യാപകരുടെ റൂമിൽ ഈ കുട്ടികളെ വിളിച്ച് വരുത്തി കൂട്ടായിട്ടാണ് ഹരാസ് ചെയ്യുന്നത്. കൈവെട്ടും കാലുവെട്ടും, പിന്നെ കുടുംബത്തിലെ അച്ഛനെയും അമ്മയെയും ആക്ഷേപിക്കുക. ഈ നിതിന്റെ മാതാവിന് ഒരു സർജറി ഉണ്ടായിരുന്നു. ആ സർജറിയുടെ കാര്യം പറഞ്ഞത് അതിനും ആക്ഷേപമാണ്. അച്ഛനെയും അമ്മയെയും കുടുംബാംഗങ്ങളെയും നിറത്തെയും വർണ്ണത്തെയും ഒക്കെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഇത്തരം ഹരാസ്മെന്റുകളാണ് ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്നത്. ഇതിനൊരു അറുതി വന്നേ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും ഇന്നലകളിൽ ഇത്തിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം നമുക്കറിയാം സിദ്ധാർത്ഥിന്റെ കൊലപാതകം. അതും നെടുമങ്ങാടുള്ള ചെറുപ്പക്കാരനായിരുന്നു, കുട്ടിയായിരുന്നു. നെടുമങ്ങാടുള്ള തന്നെ ഇത് രണ്ടാമത്തെ സംഭവമാണ്, കുട്ടികൾക്കുണ്ടാകുന്ന സംഭവമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇതിനൊരു അറുതി വരുത്തുവാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ആ കോളേജിലേക്ക് പോകേണ്ടി വരും. KPMSന്റെ നേതൃത്വം താമസിക്കാതെ ഈ കോളേജ് ക്യാമ്പസിലേക്ക് പോവുകയും കോളേജുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുകയും ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ജില്ലയിലെ നേതാക്കന്മാരായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ശ്രീ കാർഷികക്കുളി രാജൻ, ജില്ലാ സെക്രട്ടറി ശ്രീ കോലോള് സജയൻ, ജില്ലാ കമ്മിറ്റി അംഗം വട്ടക്കരിക്കം പ്രഹ്ലാദൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ആ ചെറുപ്പക്കാരന്റെ വീട് സന്ദർശിച്ചിരുന്നു. അമ്മയെയും അച്ഛനെയും കണ്ടിരുന്നു. ഞങ്ങൾക്കും ഈ വിഷയത്തിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, വളരെ നിർധന കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നിതിൻ രാജ്. അതുകൊണ്ട് ആ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം 1 കോടി രൂപ സർക്കാർ ആ കുടുംബത്തിന് ധനസഹായമായി നൽകി ആ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.